ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടത്തിലെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളിലാണ് 20-ന് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അമേഠി, റായ്ബറേലി, അയോധ്യ, മുംബൈ നഗരത്തിലെ മണ്ഡലങ്ങളടക്കം രാജ്യത്തെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച വിധിയെഴുത്ത്. അതേസമയം 147 മണ്ഡലങ്ങളുള്ള ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടവും 20-ന് നടക്കും. സ്മൃതി ഇറാനി ജനവിധി തേടുന്ന അമേഠി, കോൺഗ്രസ് നേതാവ് രാഹുൽ മത്സരിക്കുന്ന റായ്ബറേലി, ലക്നൌവിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ശ്രീരാമ ജന്മഭൂമിയായ അയോധ്യയിലടക്കം ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ, കൂടാതെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ കന്നിയംഗത്തിനിറങ്ങിയ മുംബൈ നോർത്ത് ഉൾപ്പെടെ മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങൾ. മാത്രമല്ല പശ്ചിമ ബംഗാളിൽ 7ഉം ഒഡീഷ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങൾ വീതവും, ജാർഖണ്ഡിൽ 3ഉം ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങൾ ഉൾപ്പെടെ 49 ലോക്സഭാ മണ്ഡലങ്ങളിലാണ് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 55,120 വോട്ടുകൾക്ക് 2019-ൽ രാഹുലിൽ നിന്നും അമേഠി കീഴടക്കിയ സ്മൃതി ഇറാനിക്ക് ഇത്തവണ വിജയം അനായാസമാണെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. റായ്ബറേലിയിൽ രാഹുലിനെ നേരിടുന്ന ദിനേശ് പ്രതാപ് സിംഗ് പ്രചരണത്തിൽ ഒരുപടി മുന്നിലാണ്. അയോധ്യയിലും ലക്നൌവിലും എത്ര ഭൂരിപക്ഷം ഉയരുമെന്നത് മാത്രമാണ് BJPയുടെ ആശങ്ക. 2019-ൽ 6.25 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുംബൈ നോർത്ത് നിലനിർത്തിയ BJP ഇത്തവണ പീയൂഷ് ഗോയലിലൂടെയാണ് പരീക്ഷണം. ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങളിൽ വീതവും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഇവിടങ്ങളിൽ സുരക്ഷയും ശക്തമാക്കി. ജനം, ഡൽഹി.